തന്നെയാ. ഈ കഴിഞ്ഞ ദിവസം ഒരു രസകരമായൊരു വീഡിയോ കണ്ടിരുന്നു. കാരണം ചാനൽ ചർച്ചയിലെല്ലാം പരസ്പരം പോരടിക്കുന്ന അവതാരകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. റിപ്പോർട്ടറിൽ സുജയ പാർവതിയും അരുൺകുമാറും എല്ലാം ഉണ്ണി ബാലകൃഷ്ണനും എല്ലാം തമ്മിൽ തല്ലുന്ന രീതിയിലുള്ള വലിയ ഫൈറ്റ് ചെയ്യുന്ന വീഡിയോസാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷെ കഴിഞ്ഞ ദിവസം കണ്ടതിൽ സുജയ പാർവതി രസകരമായ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അരുൺകുമാറുമായി കല്യാണം കഴിക്കുന്ന, എന്നിട്ട് കൂടെ പറയുന്നുണ്ട് നടക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും രസകരമായി, അതായത് സീരിയസ് ചർച്ചയ്ക്കിടയിലാണ് എക്സാമ്പിൾ പറയുന്നത്. പെട്ടെന്ന് ആ അറ്റ്മോസ്ഫിയർ അങ്ങ് മാറി വളരെ രസകരമായി അത് പ്രേക്ഷകരായ നമ്മളെയും ചിരിപ്പിക്കുന്നതായിരുന്നു. അത് തന്നെ കണ്ടിരുന്നു. നല്ല രസം തോന്നിയല്ലേ? കാരണം അരുൺകുമാറിൻ്റെ ആ നാണം സുജയ പറഞ്ഞിട്ട് സുജയയുടെ ആ ഒരു, കാരണം ഇവരൊക്കെ എപ്പോഴും മീറ്റ് ദ എഡിറ്റേഴ്സ് തുടങ്ങിക്കഴിയുമ്പോൾ ആശയപരമായി പല രാഷ്ട്രീയ പാർട്ടിയും പിന്താങ്ങുന്നവരായതുകൊണ്ട് ഇവരെല്ലാം എപ്പോഴും രാഷ്ട്രീയ പാർട്ടി പിന്താങ്ങുന്നതെന്ന് പറയണ്ട, പല നിലപാടുകൾ അവതരിപ്പിക്കുന്നവരായതുകൊണ്ട് ഇവരെല്ലാം അവരുടേതായ ഒരു, ഇപ്പോൾ BJP പ്രകീർത്തിക്കും, കോൺഗ്രസിന്റെ പ്രകീർത്തിക്കും, CPM പ്രകീർത്തിക്കും. അപ്പോൾ തമ്മിൽ തല്ലുകൾ ഉണ്ടാകും. ഈ കഴിഞ്ഞ ഒരു ചർച്ചയിൽ സുമതി ഒരു മിനിറ്റ് എനിക്ക് തരൂ, 30 സെക്കൻഡ് പണ്ട് രാഹുൽ ഈശ്വർ ചോദിച്ചതുപോലെയൊക്കെ. അപ്പോൾ അത്തരത്തിൽ ചർച്ചകൾ പോകുമ്പോൾ ഇത്തരത്തിൽ തമ്മിൽ തല്ലുന്നവർ ഇപ്പോൾ മുഴുവൻ സോഷ്യൽ മീഡിയ തുറന്നാൽ സുജയ അരുൺകുമാറും വിവാഹിതരാകുന്നു. സത്യത്തിൽ ആദ്യം കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു, ഇവര് വിവാഹിതരാകുന്നോ? അല്ല, നമ്മൾ ഗൗതമിനോട് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ അപ്പൊ എന്തായി മറ്റേ അത് ഡിവോഴ്സ് ആയോ? വളരെ സീരിയസ് ആയിട്ട് അതൊക്കെ ചിന്തിക്കുകയാണ്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സുജയ്ക്ക് എപ്പോഴും ഒരു BJP മുഖമാണ് എല്ലാവരും കൊടുത്തിരിക്കുന്നത്, അരുൺകുമാറിനോട് ഇടതുപക്ഷ മുഖം. അതൊക്കെ അവരുടെ ചാനലുകളിലെ ഓരോ നിലപാടുകളാണ്. അതൊക്കെ അതെ, അതവർ ആ ശമ്പളം കിട്ടേണ്ടതാണ്. അപ്പോൾ ചാനലിൻ്റെ റേറ്റിംഗ് ഒക്കെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് റീച്ച് നമുക്കൊരു മുഖ്യ ഘടകമാണ്. അതുപോലെ അവർക്കും റേറ്റിംഗ് ഒരു മുഖ്യ ഘടകമാണ്. അപ്പോൾ റേറ്റിംഗ് പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വേണം പോകാനായിട്ട്. അത് തീർച്ചയായിട്ടും അവരുടെ ചർച്ചകൾ വളരെ രസകരമായിട്ടുണ്ട്. ഇടയ്ക്ക് സുജയ ഇല്ലെങ്കിൽ മോദിയെ പ്രകീർത്തിക്കാനായി അരുൺകുമാർ രംഗത്തെത്താറുണ്ട്. അപ്പോൾ അവരത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. സ്മൃതി എത്തിയില്ലെങ്കിൽ അത് സുജയ ഏറ്റെടുക്കും, ഉണ്ണി ബാലകൃഷ്ണൻ എത്തിയില്ലെങ്കിൽ അത് അരുൺകുമാർ ഏറ്റെടുക്കും. അപ്പോൾ അവരത് രസകരമായി കൊണ്ടുപോകുന്നുണ്ട്. ചേച്ചി എപ്പോഴും അങ്ങനെയല്ലേ വേണ്ടത്? മാധ്യമ പ്രവർത്തകരെന്ന് പറഞ്ഞിട്ട് ഈ പഴയ ചട്ടക്കൂടുകൾക്കകത്ത് ഇരുന്നു കൊണ്ട് ഞാനാണ് രാജാവ്, ഞാൻ തീരുമാനിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കൂ, ഞാൻ പറയുന്നതിനപ്പുറം ഒന്നും ഇവിടെ നടക്കാൻ പാടില്ല, ചില വാക്കുകൾ പോലും അതൊക്കെ എന്തോ ഭയങ്കര മാരക വൃത്തികെട്ട കാര്യങ്ങളാണ്, അതൊന്നും ചെയ്യാനേ പാടില്ല. ഞാൻ തുടങ്ങി വെച്ച ഒരു ശൈലിയുണ്ട്. 50 വർഷങ്ങൾക്ക് മുമ്പുള്ള മാധ്യമ പ്രവർത്തനമല്ല. പണ്ട് ഏഷ്യാനെറ്റിലെ മാധ്യമ പ്രവർത്തകരെ പറയുന്നതൊക്കെ കൈ പോലും ഇങ്ങനെ അനക്കിയാൽ അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. കാരണം കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് ടൈയൊക്കെ ഇട്ട് ഇങ്ങനെ നിന്നാണ് വാർത്ത. അവിടെ നിന്നൊക്കെ മാധ്യമ മേഖല ഒരുപാട് മാറി, എല്ലാ മേഖലയും മാറി. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് മാധ്യമ മേഖല ഒരുപാട് മാറി. ഇപ്പോൾ നടന്ന് സംസാരിക്കുന്നു, ഇരുന്നും നിന്നുമൊക്കെ ഇപ്പോൾ നമ്മളൊന്നും അമേരിക്കയിൽ പോയില്ലെങ്കിൽ ഇപ്പോൾ അമേരിക്ക മിസൈലിൻ്റെ ടെക്നോളജി ബാക്കിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം രീതിയിലേക്ക് മാധ്യമ മേഖല മാറിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും സുഹൃത്തുക്കളാണ്. അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ബോസെന്നോ അങ്ങനത്തെ ഒരു രീതിയിൽ എനിക്കെല്ലാം അറിയാം. മാധ്യമ മേഖല അരച്ച് കലക്കി, ഇന്ത്യൻ പൊളിറ്റിക്സും നാഷണൽ പൊളിറ്റിക്സും സ്റ്റേറ്റ് പൊളിറ്റിക്സും എല്ലാം ഞാൻ അരച്ച് കലക്കി കുടിച്ച് ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അതുകൊണ്ട് എന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല, ഞാനാണ് ഈ സ്ഥാപനത്തിൻ്റെ നട്ടല്. അതൊക്കെ മാറി. താഴെത്തട്ടിലുള്ള ഒരു പിയൂണ് മുതൽ അങ്ങ് മുകളിലിരിക്കുന്ന അതിൻ്റെ MD വരെ ആ ചാനലിന് വേണ്ടി അധ്വാനിക്കുന്നവനാണ്. ഇപ്പോൾ ഒരു വാർത്തയെ കൈകാര്യം ചെയ്യുന്ന രീതി, ചിലപ്പോൾ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ കൊണ്ട് പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കുമ്പോൾ പ്രേക്ഷകർ ആ വാർത്ത സ്വീകരിക്കണമെന്നില്ല. നിസ്സാരം ലളിതമായി പറയുമ്പോഴായിരിക്കും ഒരു വാർത്തയെ പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ അരുൺകുമാറിനെ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഈ വീഡിയോ കാണുമ്പോൾ ഒരുപക്ഷെ അരുൺകുമാറിനോട് ഒരു സ്നേഹവും ഒരു നാണവും ഒക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു സ്നേഹം തോന്നുന്നുണ്ട്. അതുപോലെ സുജയെ ഇഷ്ടപ്പെടാത്തവർക്കും ചിലപ്പോൾ സുജയുടെ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഇഷ്ടം തോന്നാറുണ്ട്. മസിൽ പിടിച്ചിരുന്ന് പറയുന്നതല്ല മാധ്യമ പ്രവർത്തനം. എന്നോട് കൂടിയാണ് അത് പറയുന്നത്. ഇല്ല, ചേച്ചി ഒരിക്കലും മസിൽ പിടിച്ചിട്ടല്ല വാർത്തയെ കാണാനും കൂടെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും കൂടെയുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള സ്പേസ് ഇതൊക്കെ തരുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ്. കാരണം ചേച്ചി ഇന്നൊന്നല്ലേ എല്ലാം കാണാൻ തുടങ്ങിയത്. തീർച്ചയായിട്ടും അത് കൃത്യമായി തരുന്ന ഒരാളാണ്.
അങ്ങനെ അല്ലാത്തവരുണ്ട്. അവരാണ് ഈ മാധ്യമ പ്രവർത്തനം എന്ന് ചിന്തിക്കുന്ന പഴയ ചട്ടക്കൂടുണ്ട്. അത് ചില ആൾക്കാർക്ക് അത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അതിനെയാണത് പൊളിച്ച് പുറത്തേക്ക് വരാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ അവരുടെ കുറെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉണ്ട് ഇതില്. അവര് വാർത്തകൾ വായിക്കുന്നു, അവര് കുറച്ച് ഇതാവുന്നു, അപ്പോൾ എനിക്കത് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ നെഞ്ചത്തേക്ക് കയറുന്ന പല ചാനലുകളിലൊക്കെ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് അത്തരം പ്രശ്നങ്ങൾ. അപ്പോ പക്ഷെ ഇപ്പം ഇപ്പം ഒരുപാട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മാധ്യമ സംസ്കാരം തന്നെ മാറി. അതെ, വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഒരു 4 പേർ ഒരുമിച്ച് ഒരു ചർച്ച നടത്തുന്നു, നമ്മളൊന്നും ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ബാക്കി ചാനലുകളിലൊക്കെ ഒരാൾ നിന്നുകൊണ്ട് അയാൾ മാത്രമേ, ഹാഷ്മിയെ പോലുള്ള ഒരാൾ, ഹാഷ്മിക്കൊക്കെ നല്ല കഴിവുണ്ട്, അതുകൊണ്ട് അദ്ദേഹം മാത്രം നിന്ന് നയിക്കുന്ന ചർച്ചകൾ കാണാൻ ആളുണ്ട്. പക്ഷെ ഇപ്പുറത്തെ റിപ്പോർട്ടറിലേക്ക് വരുമ്പോൾ ആ 4 പേരും സംസാരിക്കുന്ന കേൾക്കാൻ ആളുണ്ട്. കാരണം നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഇവർ സംസാരിക്കുന്നേക്കാളിലും ഇവരുടെ കാണുന്ന 24 കാണുന്നേക്കാളും കൂടുതൽ ആളുകൾ റിപ്പോർട്ടറിൻ്റെ യൂട്യൂബ് കാണുന്നുണ്ട്. അപ്പോൾ ഏഷ്യാനെറ്റൊക്കെ പിന്നിലോട്ട് പോകാനുള്ള കാരണം അവരൊക്കെ സാങ്കേതിക വിദ്യയിൽ ഇപ്പോഴും അവർ തുടർന്ന് വരുന്ന ഒരു ശൈലി, ആ ശൈലിയിൽ ദൂരദർശൻ ഇപ്പോഴും മാറിയില്ല എന്ന് പറയുന്നത്. എനിക്കൊന്ന് ശ്രീകണ്ഠൻ നായർ മുണ്ടെടുത്തതിന് ശേഷമാണ് PG ഏഷ്യാനെറ്റ് മുണ്ടെടുത്ത് തുടങ്ങിയത്. കാരണം മുണ്ടെടുത്ത് വാർത്ത വായിക്കാം, വാർത്ത വായിക്കുന്നതിൽ മുണ്ടെന്നോ പാൻ്റെന്നോ ഉള്ള വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളത് തെളിയിച്ച ഒരാളാണ് ശ്രീകണ്ഠൻ. നാളെ ട്രൗസർ ഇട്ട് നമുക്ക് വാർത്ത വായിക്കാമെന്ന് തോന്നിയാൽ ഈ പാവപ്പെട്ട വീടുമ്പോൾ ട്രൗസറും നിക്കറും മറ്റേ വലിയ വീടുമ്പോൾ ബെർമുഡ എന്ന് പറയുന്ന പോലെ നാളെ ബെർമുഡയായിട്ട് ന്യൂസ് എന്താണോ അത് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്നുണ്ടോ, അതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ജനങ്ങൾക്ക് ബോധ്യമാണ്. ജനകീയമായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ സിമ്പിളായി കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഉപയോഗിക്കാതെ ഏറ്റവും മൃദുവായി ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിയുന്നുണ്ടോ അത് ജനങ്ങൾ തീർച്ചയായിട്ടും. ചില വിഷയങ്ങൾ വരുമ്പോൾ ധന്യ വളരെ ആക്രോശിച്ച് കാണപ്പെടാറുണ്ടല്ലോ. ഉണ്ട്. ഞാൻ ചില സമയത്ത് ഞാൻ മാധ്യമപ്രവർത്തകയ്ക്ക് അപ്പുറം ഞാനൊരു സാധാരണ സ്ത്രീയായി മാറും. മാധ്യമപ്രവർത്തക എന്നുള്ളത് ലേബൽ ഞാൻ ചിലപ്പോഴൊക്കെ എവിടെയൊക്കെ മറന്നുപോകും. ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഞാൻ പിന്നിലോട്ടാണ്. അപ്പോൾ ചില വിഷയങ്ങൾ പ്രീത ചേച്ചി വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി നൈസായിട്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്, മയപ്പെട്ടത്. ചില വിഷയങ്ങൾ എനിക്ക് പെട്ടെന്ന് എന്നെ പ്രകോപിപ്പിക്കും. ചില വിഷയങ്ങൾ എന്തിനാ എന്നോടത് സംസാരിച്ചത്, എന്നോട് എന്തിനാ അത് പറയുന്നത് എന്നൊക്കെ ഉള്ളൊരു തോന്നല്. ഇപ്പോൾ നമ്മൾക്ക് ഷെയർ ചെയ്യാൻ ഒരാൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് അതിൻ്റെതായ രീതിയിൽ അത് ഒരു ചെവി കൂടെ കേട്ട് വേറെ ചെവി കൂടെ കളയിക്കുക. അതിന് നമ്മൾ വലിയ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം മൈത്രേനുമായി ഉണ്ടായ ഒരു ഇന്റർവ്യൂവിൽ വളരെ അഗ്രസീവായി തന്നെ സംസാരിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്തിയിട്ടുണ്ടോ? ഇല്ല, എനിക്കതിനെക്കുറിച്ച് എനിക്കതിൽ അത് പറയുമ്പോൾ ഞാനതിൽ മൈത്രേന്റെ വാദങ്ങളോട് ചില അങ്ങനെ അല്ലായിരുന്നു തന്നെ ആശയപരമായി നമ്മൾ നേരിടുന്നു. ഇമോഷണലി അല്ല, നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരുമായി സംവാദം ചെയ്യുമ്പോൾ നമ്മളത് ഇമോഷണലി അല്ല അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും ആശയപരമായി നേരിടുക. അതിന് ധന്യ അത് ശരിക്കും പറഞ്ഞാൽ അത് ഉൾക്കൊണ്ടില്ലായിരുന്നു. ഞാൻ പറയുന്നത് എനിക്ക് ഇപ്പോ മൈത്രേൻ പറയുന്ന കുറ്റപ്പെടുത്തില്ല, എനിക്ക് മനസ്സിലാവും അത്. എനിക്ക് മൈത്രേൻ പറയുന്ന 99% കാര്യങ്ങളും അംഗീകരിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം ഞാൻ വളർന്നു വന്ന 99% അംഗീകരിക്കണം എന്നല്ല പറഞ്ഞത്. അല്ല, ഞാൻ മൈത്രേന്റെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റില്ല. എനിക്ക് മൈത്രേൻ പറയുന്ന ഞാൻ വേണമെങ്കിൽ 100% അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയാൻ. കാരണം ഞാൻ വളർന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. നമ്മളിനി ഇപ്പൊ പറയുന്നത് പോലെ ന്യൂസ് ചാനലുകളൊക്കെ ഒരുപാട് മാറ്റി ചിന്തിക്കണം എന്ന് നമ്മൾ പറയുന്നത് പോലെ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ സമയമെടുക്കും. അല്ലെങ്കിൽ മാറ്റണമെന്ന് നമ്മൾ സ്വയം ചിന്തിച്ചാലും ചിലപ്പോൾ മാറണമെന്നില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ മൈത്രേന്റെ ചില കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. മറ്റൊരു കാര്യം ഞാൻ തന്നെ ഓർമ്മപ്പെടുത്താം. മൈത്രേന്റെ പല ആശയങ്ങളെയും ധന്യ മനസ്സിലാക്കിയ രീതിയുടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരാൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്ന രീതിയുണ്ട്, അത് ധന്യ മനസ്സിലാക്കിയതിന്റെ തെറ്റാണ് എന്നാണ് ഞാനത് ഇപ്പൊ മൈത്രേൻ പറഞ്ഞു 18 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളെ അവരുടെ രീതിയിലേക്ക് അവകാശം വന്നു. അല്ല, ധന്യ അതാ ഞാൻ പറഞ്ഞത്, ധന്യ മനസ്സിലാക്കിയതിന്റെ തെറ്റാണ്. ധന്യക്കറിയാലോ, നമ്മുടെ 40 വയസ്സായ മക്കൾ പോലും അവരുടെ അച്ഛൻ്റെ അമ്മയുടെ പെർമിഷനോടെ മാത്രം ഓരോന്ന് ചെയ്യാൻ അങ്ങനെ അത് വളരെ ഒരു ഫാമിലി ചുറ്റുപാടിലെ ഏറ്റവും മോശമായ ഒരു കാര്യമാണ്. മക്കൾ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയാലും സ്വന്തമായി അധ്വാനിച്ച് സ്വന്തമായി കാര്യങ്ങളെല്ലാം അവരുടെ മക്കളെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് പോലും അച്ഛനും അമ്മയും അവർക്ക് മേലൊരു അധികാരം സ്ഥാപിക്കുന്ന ഒരു കീഴ്വഴക്കം ഇവിടെ. അതായത് അച്ഛനും അമ്മയ്ക്കും എന്നും മക്കൾ അടിമയാണ്. അത് അടിമയെന്ന് പറയില്ലെങ്കിൽ അവരെൻ്റെ അവകാശം, എൻ്റെ സ്വത്ത് എന്നൊരു ആറ്റിറ്റ്യൂഡുണ്ട്. ഈ ആറ്റിറ്റ്യൂഡ് പല ആൾക്കാരുടെയും ജീവിതം തന്നെ നശിപ്പിക്കാൻ
ബാധിക്കാൻ കാരണമായിട്ടുണ്ട്, അവരുടെ സന്തോഷങ്ങൾ ഇല്ലാതാക്കാൻ കാരണമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ചിന്ത നമ്മൾ ഒന്ന് അതിനെക്കുറിച്ച് ആലോചിക്കണം എന്ന് പറഞ്ഞു. അതൊരിക്കലും ധന്യയുടെ മകന് 18 വയസ്സ് കഴിഞ്ഞാൽ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടൂ എന്നല്ല എൻ്റെ അർത്ഥം. അവനെ സ്വന്തമായി ചിന്തിക്കാൻ, സ്വന്തമായി അവന്റെ കഴിവുകളെ കുറിച്ച്, അവൻ ഏത് കോഴ്സ് പഠിക്കണം, അവൻ ഒരു കോഴ്സ് പഠിച്ചാൽ അവൻ അതിൽ നിന്ന് അവൻ എവിടെ എത്തിപ്പെടാൻ പറ്റും, അവന്റെ ചിന്തകളെ അവൻ പരുവപ്പെടുത്തണം. അല്ലാതെ ഒരു സ്പൂൺ ഫീഡിങ് 22 വയസ്സായ ഒരു പെൺകുട്ടിക്ക് ഒരാൾ പീഡിപ്പിച്ചപ്പോൾ അത് പറയാൻ എടുത്ത സമയം ഏകദേശം 6-7 വർഷം. എന്തുകൊണ്ടാണെന്ന് തന്നെ ആലോചിക്കണം. എന്തുകൊണ്ട് അവൾക്കത് പറയാനുള്ള വോയിസ് അവിടെ എന്തുകൊണ്ട്? അവൾ അച്ഛന്റെയും അമ്മയുടെയും, ആ കുട്ടി അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ പൊതുവെ നമ്മൾ എങ്ങനെയാണ് വീട്ടുകാർ വളർത്തുന്നത്? നാവെടുക്കരുത്, മിണ്ടരുത്. പക്ഷെ എന്റെ വീട്ടിൽ അങ്ങനെ അല്ലായിരുന്നു. എന്നിട്ട് ധന്യയുടെ അച്ഛൻ പറയുമായിരുന്നു, അമ്മ പറയും പെൺകുട്ടികളാണ് വെളിയിൽ ഒച്ച കേൾക്കരുത് എന്ന് പറയുമ്പോൾ എന്റെ അമ്മ പറയുന്നത്, എന്റെ അച്ഛൻ പറയുന്നത് അതെന്താ ഒച്ച എടുത്ത് സംസാരിച്ച് പഠിക്കണം. എനിക്ക് തോന്നുന്നു എന്റെ ഈ വോയിസ് ഇത്രയും ഇതാവാൻ കാരണം എന്റെ അച്ഛൻ. അങ്ങനെ ഒരു അച്ഛന്റെ മകളായ അപ്പോഴും ഞാൻ വിചാരിക്കുന്നു എന്റെ അച്ഛൻ, എന്റെ അമ്മ, ഞാൻ എപ്പോഴാണ് എനിക്ക് ഒരു പക്വത ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായ സമയമാണ് എന്നെ അവർ പറത്തി വിട്ടത് എന്ന് ചിന്തിക്കുന്ന നമ്മുടെ നാട്ടിൽ അച്ഛനും അമ്മയ്ക്കും മക്കൾക്ക് പക്വത ഉണ്ടെന്ന് ഒരിക്കലും അവകാശം പറയില്ല. ഭൂരിഭാഗം പേരും എത്ര കാലം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് പ്രണയ വിവാഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനമ്മമാർ എത്ര ശതമാനം ഉണ്ടെന്നാണ് കരുതുന്നത്? വളരെ ചുരുക്കം. അതായത് ഒരു തമാശ തന്നെ നമ്മൾ പറയാറുണ്ട്. അതായത് വേറെ ആരോ പ്രേമിച്ച് കളഞ്ഞ പെണ്ണിനെ ഞാൻ കെട്ടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഞാൻ പ്രേമിച്ച പെണ്ണിനെ എന്റെ അച്ഛനും അമ്മ എനിക്ക് കെട്ടിച്ചു തരില്ല, അതൊരു തമാശ. പക്ഷെ അതാണ് അതായത് അച്ഛനും അമ്മയുടെയും ഇഷ്ടത്തിന് മാത്രം മക്കൾ നടക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ നാട്ടിലെ ഒരു ഭൂരിഭാഗം അച്ഛനമ്മമാർക്കും ഉണ്ട്. അത് ഒരു തെറ്റാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അത് തെറ്റല്ലേ യഥാർത്ഥത്തിൽ? എനിക്കറിയില്ല, കാരണം ഞാൻ എന്റെ വിശ്വാസങ്ങൾ ധന്യയെ അച്ഛനേക്കാൾ കൂടുതൽ സ്വാധീനിച്ചത് അമ്മയാണ് എന്നാണ് ഞാൻ മനസ്സിലായത്. ഞാൻ എന്റെ കുറെ കാഴ്ചപ്പാടുകളിൽ ഞാൻ ഒരിക്കലും വ്യതിചലിക്കില്ല എന്ന് എന്റെ മനസ്സിന് ഞാൻ ബോധ്യപ്പെടുത്തി വെച്ചിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് മാറ്റാൻ ഒരു പക്ഷെ എനിക്ക് കഴിയാത്തത് കൊണ്ടായിരിക്കും മൈത്രൻ പറയുന്ന രീതിയിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. എന്തായാലും നമ്മുടെ മാധ്യമ മേഖല കുറെ മാറിയിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എല്ലാ തട്ടിലേക്കും ഉണ്ടാവട്ടെ. പഴയ ഒരു ബോസിൽ നിന്നൊക്കെ മാറി എല്ലാവരും ബോസുമാരാണ്, എല്ലാവരും ഒരേ രീതിയിൽ ജോലി ചെയ്യുന്നവരാണ് എന്നുള്ള രീതിയിലേക്ക് ആ ചട്ടക്കൂടുകൾ പൊളിച്ചറിയട്ടെ.